അഷ്കർ അലി കരിമ്പയിലേക്ക് പോയാൽ അഷ്കർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം നമ്മൾ കണ്ടു. പക്ഷേ ലീഗ് നേതൃയോഗം ഇന്ന് മലപ്പുറത്ത് നടന്നപ്പോൾ അതിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു എന്നാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസ് നേതാക്കൾക്ക് തൻപോരിമയും ധിക്കാരവുമാണ് എന്നുവരെ യോഗത്തിൽ വിമർശനം ഉയർന്നിട്ടുണ്ട്. മാത്രമല്ല വി ഡി സതീശൻ അനാവശ്യ വാശി കാണിച്ചു. കെ സി വേണുഗോപാലിനെ വിളിച്ച് ഇക്കാര്യം പരാതിയായി തന്നെ അറിയിക്കാനാണ് തീരുമാനമുണ്ടായിരിക്കുന്നത് അല്ലേ? വിനിത, ഇന്ന് രാവിലെ 11 മണിയോടെയാണ് മലപ്പുറത്ത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മുസ്ലിം ലീഗ് യോഗം വിളിച്ചു ചേർത്തത്. മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കളും അതുപോലെ തന്നെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ചുമതല നൽകിയിട്ടുള്ള MLA-മാരടക്കമുള്ള നേതാക്കളുമാണ് മലപ്പുറം ലീഗ് ഹൗസിൽ യോഗം ചേർന്നത്. ആ യോഗത്തിലാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് പി വി അൻവറിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം, അതുപോലെ തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഉണ്ടാകുന്ന അഭിപ്രായ ഭിന്നതകൾ, സ്ഥാനാർത്ഥി തർക്കമടക്കം പല വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയായി. ഈ ചർച്ചയിലാണ് വലിയ വിമർശനം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉയർന്നിരിക്കുന്നത്. മാത്രമല്ല, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പി വി അൻവർ മത്സരിച്ചാൽ പോലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് ജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് മുസ്ലിം ലീഗ് യോഗം വിലയിരുത്തിയത്. ഈ പശ്ചാത്തലത്തിൽ അടിയന്തരമായൊരു ഇടപെടൽ ഈ കോൺഗ്രസിൽ വിഭാഗീയത അവസാനിപ്പിക്കാനും അതുപോലെ തന്നെ പോര് അവസാനിപ്പിക്കാനും അതുപോലെ അനാവശ്യ വിവാദങ്ങൾ വെളിച്ചുവെക്കുന്നതൊക്കെ അവസാനിപ്പിക്കാനും ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കെ സി വേണുഗോപാലിനെ സമീപിക്കാൻ ഇന്ന് ലീഗ് യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. ലീഗ് യോഗത്തിൽ ഉയർന്ന പല പ്രധാന വിമർശനങ്ങൾ KM ഷാജി അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്കൊക്കെ തന്നെ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. ആ വിമർശനങ്ങൾക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം യോഗത്തിൽ പങ്കെടുത്ത മറ്റ് മുതിർന്ന നേതാക്കൾ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കൾക്ക് തൻപോരിമയും ധിക്കാരവും ഉണ്ട് എന്നതടക്കമുള്ള പ്രയോഗങ്ങൾ ഇന്നത്തെ യോഗത്തിൽ KM ഷാജി നടത്തുന്ന സാഹചര്യമുണ്ടായി. അതിനൊക്കെ തന്നെ ഒരു അനുകൂല നിലപാട്, ഇല്ലെങ്കിൽ അത്തരം ചില സാഹചര്യങ്ങൾ തന്നെയാണ് കോൺഗ്രസിലുള്ളത് എന്ന് സമ്മതിക്കുന്ന നിലപാടായിരുന്നു മുസ്ലിം ലീഗിലെ മറ്റ് നേതാക്കൾക്കും. അങ്ങനെ കോൺഗ്രസ് നേതൃത്വത്തിന് രൂക്ഷ വിമർശനമുണ്ടായി. അതിനോടൊപ്പം തന്നെ പി വി അൻവറിന്റെ മുന്നിൽ പ്രവേശന വിഷയം യോഗത്തിൽ ചർച്ചയായി. ഇനി എന്തായാലും പി വി അൻവർ മുന്നണിയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ലീഗ് യോഗം വിലയിരുത്തിയിരിക്കുന്നത്. പക്ഷേ ആ വിഷയം കൈകാര്യം ചെയ്തതിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അനാവശ്യ പിടിവാശി കാണിച്ചതൊക്കെ തന്നെ അത്തരത്തിൽ വലിയ പ്രശ്നത്തിലേക്കും ഇത്തരം വിവാദത്തിലേക്കും പോകുന്ന സാഹചര്യത്തിൽ വഴിവെച്ചു എന്നാണ് യോഗത്തിൽ ഉയർന്ന വിമർശനം. അതേസമയം തന്നെ പി വി അൻവറിനെതിരെയും യോഗത്തിൽ വിമർശനം ഉയർന്ന സാഹചര്യമുണ്ടായി. പി വി അൻവർ UDF-നൊപ്പം നിൽക്കുകയായിരുന്നെങ്കിൽ ഗുണകരമാകുമെന്ന് ലീഗ് നേതൃത്വം വിലയിരുത്തിയെങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ തന്നെ രാജിവെക്കുന്ന വാർത്താ സമ്മേളനത്തിൽ തന്നെ VS ജോയിയെ പരസ്യമായി സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ട പി വി അൻവർ നിലപാട് ശരിയായില്ല എന്നുള്ള വിമർശനമാണ് ഉയർന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അതിന്റെ ആഭ്യന്തര വിഷയമാണ്. ആ ആഭ്യന്തര വിഷയത്തിൽ UDF-ന് മുന്നണിയിൽ പോലും ഇല്ലാത്ത ഒരാൾ പുറത്തുനിന്ന് ഇത്തരത്തിൽ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് നിർദ്ദേശിച്ചത് അത് ശരിയായ നടപടി ആയില്ല എന്നുള്ള വിമർശനമാണ് യോഗത്തിൽ ഉയർന്നത്. എന്നിരുന്നാൽ പോലും പി വി അൻവറിനെ UDF-ന് മുന്നേ ഭാഗമാക്കാകിയിരുന്നുവെങ്കിൽ UDF-ന് വലിയ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നുള്ള കണക്കൂട്ടലും ലീഗിനുണ്ട്. അതിനോടൊപ്പം തന്നെ ഇന്നലെ നടന്ന കൂടിക്കാഴ്ചക്കെതിരെയുള്ള വിമർശനവും രാഹുൽ മാങ്കുട്ടത്തിലും പി വി അൻവറും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചക്കെതിരെയുള്ള വിമർശനവും ഇന്നത്തെ ലീഗ് യോഗത്തിലുണ്ടായി. അത് UDF നേതൃത്വം ഒരു തീരുമാനമെടുക്കുന്നു, മുതിർന്ന നേതാക്കൾ ഒരു തീരുമാനമെടുക്കുന്നു. പി വി അൻവറുമായുള്ള ചർച്ച അവസാനിപ്പിച്ചു എന്ന് നേതാക്കൾ തീരുമാനമെടുത്ത ശേഷം ആ തീരുമാനത്തെ മറികടന്നുകൊണ്ട് ഒരു UDF-ൽ നിന്നുള്ള അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്നുള്ള തികച്ചും ജൂനിയർ ആയിട്ടുള്ള രാഹുൽ മാങ്കുട്ടത്തിൽ പോലുള്ള ഒരാൾ അത് പി വി അൻവറുമായി രാത്രി കൂടിക്കാഴ്ച നടത്തുകയും അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതുമൊക്കെ തന്നെ നേതാക്കൾ തന്നെ അപഹസിക്കുന്നതിന് തുല്യമായില്ലെങ്കിൽ അതൊരു നാണക്കേടുണ്ടാക്കുന്ന പ്രവൃത്തിയായി എന്നുള്ളൊരു വിമർശനമാണ് ലീഗ് യോഗത്തിൽ വരുന്നത്. അങ്ങനെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പ്രത്യേകിച്ച് വി ഡി സതീഷിനെതിരെ ഒക്കെ വലിയ വിമർശനങ്ങൾ ഇന്നത്തെ ലീഗ് യോഗത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഈ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ അല്ലെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിലുണ്ടായിട്ടുള്ള ഈ തർക്കങ്ങളെയൊക്കെ വളരെ ഗൗരവത്തോടെ തന്നെ കാണുന്നു. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ലിറ്റ്മസ് ആകുമെന്നിരിക്കെ ഇത്തരത്തിലൊരു കൂട്ടുത്തരവാദിത്തം ഇല്ലാതെ അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിൽ തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത്തരം തർക്കങ്ങൾ നടത്തുമ്പോൾ വലിയ ഒരു തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടാൻ പോകുന്നു എന്നൊരാശങ്ക ലീഗ് നേതൃത്വത്തിന് സ്വാഭാവികമായും ഉണ്ടാകുമല്ലേ? വിനിത, വലിയ ആശങ്ക മുസ്ലിം ലീഗ് നേതൃത്വത്തിലുണ്ട്. കാരണം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ഈസി വാക്ക് ഓവർ എന്നുള്ളതായിരുന്നു ലീഗിന്റെ നിലപാട്. പ്രത്യേകിച്ച് പി വി അൻവർ കൂടി UDF-ന്റെ മുന്നണി ഭാഗമാക്കാകുമായിരുന്നെങ്കിൽ പക്ഷേ വലിയ ഭൂരിപക്ഷത്തിലേക്ക് UDF-ന്റെ ഭൂരിപക്ഷം ഉയരുമെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം കണക്കുകൂട്ടിയിരുന്നു. അതുകൊണ്ടാണ് പി വി അൻവറിന് അവസാന നിമിഷം വരെയും മുന്നണിയുടെ ഭാഗമാക്കുന്നതിന് വലിയ ഇടപെടൽ ലീഗിന്റെ ഭാഗത്തുണ്ടായത്. പ്രത്യേകിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ, സാദിഖ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ളവർ, PMA സലാമും PV അബ്ദുൽ വഹാബ് അടക്കം നിലമ്പൂർ മണ്ഡലത്തിലുള്ള
നേതൃത്വം സംസ്ഥാന നേതൃത്വം ഒക്കെ തന്നെ അത്തരം നീക്കത്തിന് വലിയ ഊന്നൽ നൽകിയിരുന്നു. പ്രാദേശികമായി അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതൃത്വമടക്കം അതൊരു ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും അസ്തമിക്കുന്ന തരത്തിലേക്ക് പോയതില്ലെങ്കിൽ പി.വി. അൻവറിന്റെ മുന്നണി പ്രവേശനം നടക്കാതെ പോയതിൽ വി.ഡി. സതീഷിന് വലിയ ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ലീഗ് പറയുന്നത്. അതിന് കാരണമായി ലീഗ് തന്നെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം കഴിഞ്ഞ 2-ാം തീയതി യു.ഡി.എഫ് മുന്നണി യോഗത്തിലെടുത്ത ഒരു തീരുമാനം, അഥവാ പി.വി. അൻവറിനെ മുന്നണിയുടെ ഭാഗമായി അസോസിയേറ്റ് ഘടകകക്ഷിയാക്കാമെന്നുള്ള തീരുമാനം അത് പ്രഖ്യാപിക്കാതെ വി.ഡി. സതീശൻ എന്തുകൊണ്ട് അട്ടിമറിച്ചു എന്നുള്ള ചോദ്യമാണ് ലീഗ് യോഗത്തിൽ ഉയർന്നത്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ലീഗ് നേതാക്കളൊക്കെ തന്നെ പങ്കുവെക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. മാത്രമല്ല യു.ഡി.എഫിലേക്ക് ഇനി വരാൻ ആഗ്രഹിക്കുന്ന ഘടകകക്ഷികൾക്ക് നൽകുന്ന സന്ദേശം എന്തെന്നുള്ള ചോദ്യമടക്കം ലീഗ് നേതാക്കൾ മുമ്പ് തന്നെ നടത്തിയ വിമർശനമാണ്. സമാനമായ രീതിയിൽ വിമർശനം ഇന്നത്തെ ലീഗ് യോഗത്തിൽ ഉയർന്നു. എന്നിരുന്നാൽ പോലും ഇപ്പോഴും ലീഗ് കണക്കൂട്ടുന്നത് പി.വി. അൻവർ അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച പോലും ലീഗ് വോട്ട് ചോരാതിരുന്നാൽ, അതുപോലെ കോൺഗ്രസ് വോട്ടുകൾ ചോരാതിരുന്നു കഴിഞ്ഞാൽ ആര്യാടൻ ചൗക്കത്തിന് വിജയ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ ലീഗ് വോട്ടും അല്ലെങ്കിൽ കോൺഗ്രസ് വോട്ടും ചോരാനുള്ള സാധ്യത അല്ലെങ്കിൽ അത്തരം വോട്ട് ബാങ്കിൽ പി.വി. അൻവർ ഒരു കടന്നുകയറ്റത്തെ ലീഗും ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അത് ചോരാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ശക്തമായി നടപ്പിലാക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഇന്ന് ചേർന്ന പഞ്ചായത്ത് അടിസ്ഥാനത്തിലടക്കം ചുമതല നൽകിയ നേതാക്കൾക്ക് ലീഗ് നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശക്തമായ ഇടപെടൽ വേണം. തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലും ലീഗിന്റെ ഭാഗത്തു നിന്ന് ഒരു പാഴ്ച ഉണ്ടായി എന്നുള്ള ഒരു വാർത്തയ്ക്ക് അവസരം ഒരുക്കരുത് എന്നുള്ള നിർദ്ദേശം മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പറയുകയും ചെയ്തു. പക്ഷേ അതേസമയം തന്നെ കോൺഗ്രസിന്റെ കാര്യത്തിൽ വോട്ടിൽ വിള്ളൽ വീഴുമോ അല്ലെങ്കിൽ നേതാക്കൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാകുമോ എന്നതിലൊക്കെ തന്നെ ലീഗിന് വലിയ ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് AICC അതായത് പ്രത്യേകിച്ച് KC വേണുഗോപാലിനെ കണ്ട് അത്തരത്തിലൊരു ഉറപ്പ് വാങ്ങാനും അതിൽ കൃത്യമായ നിർദ്ദേശം നൽകാനും ആവശ്യപ്പെടാൻ ലീഗ് നേതൃത്വം തീരുമാനിച്ചത്. ശരിയാണ് അഷ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ നേരത്തെ തന്നെ കോൺഗ്രസിലെ തർക്കങ്ങളിലൊക്കെ ലീഗ് നേതൃത്വത്തിന് അതൃപ്തിയുള്ളതാണ്. ഇപ്പോഴിതാ നിർണായകമായ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള കോലാഹലങ്ങൾ, അതിൽ ലീഗിന് കൃത്യമായ അതൃപ്തിയുണ്ട്. അത് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ KC വേണുഗോപാലിനെ അറിയിക്കാൻ തന്നെയാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ രൂക്ഷ വിമർശനവും യോഗത്തിൽ ഉയർന്നു എന്നാണ് അഷ്ഫർ അലി കരിമ്പ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ ഇലക്ഷൻ അപ്ഡേറ്റുകൾക്കായി